മറ്റൊരു ഓഫർ ട്രംപ് വെച്ചിരിക്കുന്ന ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാം, ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടായ പ്രശ്നം, ഇഷ്യൂസ്, ഡാവോസിലുണ്ടായ ഇഷ്യൂ, അവസാനം നാറ്റോയുടെ ചീഫ് മാർക്ക് റൂട്ടോ അയാളാണ് ഒരു മീഡിയേറ്ററായിട്ട് വന്ന് സംഭവങ്ങളെല്ലാം ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം അതിനകത്തുണ്ടായ സൊല്യൂഷനെ പറ്റി ന്യൂയോർക്ക് ടൈംസും മറ്റുള്ള പത്രങ്ങളൊക്കെ പറയുന്നത് ഗ്രീൻലാൻഡിൻ്റെ ഏകദേശം 50-60%, അതായത് ഈ റെയർ എർത്ത് മിനറൽസും ഈ പറയുന്ന ക്രൂഡും ഇങ്ങനെ LPG ഗ്യാസുള്ള ആ സ്ഥലം, അത് അമേരിക്കയ്ക്ക് ഇത്ര വർഷത്തേക്ക് പാട്ടത്തിനായിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് എഴുതി കൊടുക്കും. അതിൻ്റെ സെക്യൂരിറ്റി അമേരിക്ക, അതായത് പൂർണ്ണമായിട്ടും ഗ്രീൻലാൻഡിൻ്റെ ഈ ഭാഗം എഴുതി കൊടുക്കും. ഇനി നിങ്ങൾ ആലോചിക്കണേ, എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ ഡെൻമാർക്കിനും അവിടെ എന്തും ചെയ്യാൻ? അവരിൽ പണമില്ല, അവർ ഈ പറയുന്ന പോലെ ടെക്നോളജി ഒന്നുമില്ല. കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഈ പല രാജ്യത്തും പല മിനറൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലില്ലേ ഈ പറയുന്ന റെയർ എർത്ത് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജിയും റിസോഴ്സും ഇന്ത്യക്കില്ല. അതാണ് അതാണ് ഈ പാക്സ് സിലിക്ക എന്ന് പറഞ്ഞ ഒരു കോർഡിനേഷൻ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്ക. അതിൻ്റെ അകത്ത് ഇന്ത്യ ആക്റ്റീവാണ്.